ലോകേഷ് കനകരാജ് ചിത്രം കൂലിയുടെ UK അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചു. UKയിൽ സിനിമ പ്രദർശിപ്പിക്കുന്ന തിയേറ്ററുകളുടെ ലിസ്റ്റും പുറത്തു വന്നിട്ടുണ്ട്. തെന്നിന്ത്യൻ സിനിമാ പ്രേമികൾ ഒരുപോലെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് കൂലി. ലോകേഷ് കനകരാജ് സംവിധാനം നിർവഹിച്ച് രജനീകാന്ത് നായകനായി വരാനിരിക്കുന്ന ചിത്രം ഓഗസ്റ്റ് 14 തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. സൂപ്പർ സ്റ്റാർ രജനീകാന്തും മാസ് മസാല ചിത്രങ്ങൾക്ക് പുത്തൻ ചേരുവകളുമായി എത്തുന്ന ലോകേഷ് കനകരാജും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രമാണ് കൂലി. വൻ താരനിര തന്നെ അണിനിരക്കുന്ന ചിത്രത്തിൽ അമീർ ഖാനും അതിഥി വേഷത്തിലെത്തുന്നുണ്ടെന്നാണ് വിവരം. കോളിവുഡിലെ അടുത്ത സെൻസേഷനാകാൻ കെൽപ്പുള്ള ചിത്രമാണ് കൂലിയെന്ന് സിനിമ അനലിസ്റ്റുകൾ പറയുന്നു. ഇപ്പോഴത്തെ സിനിമയുടെ UK അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. UKയിൽ സിനിമ പ്രദർശിപ്പിക്കുന്ന തിയേറ്ററുകളുടെ ലിസ്റ്റും പുറത്തു വന്നിട്ടുണ്ട്. അതേസമയം സിനിമയുടെ ട്രെയിലർ ഓഗസ്റ്റ് 2 പുറത്തുവരുമെന്നാണ് വിവരം. കൂലിക്ക് ടീസറോ ട്രെയിലറോ ഉണ്ടാകില്ലെന്നാണ് നേരത്തെ വന്ന വാർത്തകൾ. എന്നാൽ ട്രെയിലർ എത്തുകയാണ് എന്ന റിപ്പോർട്ടുകൾ വന്നതോടെ ആരാധകരും ആവേശത്തിലാണ്. ഒരേ ദിവസം തിയേറ്ററുകളിൽ എത്താൻ പോകുന്ന വാർ 2 എന്ന ചിത്രത്തിന്റെ ട്രെയിലർ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ട്രെയിലർ എത്തിയതിനു പിന്നാലെ വ്യാപക വിമർശനമാണ് ആരാധകരിൽ നിന്നും ഉയർന്നത്. അതിനാൽ തന്നെ കൂലിയുടെ വരവിനായാണ് ഇപ്പോൾ ഏവരും കാത്തിരിക്കുന്നത്. വാർ 2 തകർക്കുന്ന ചിത്രമാകും കൂലിയെന്നാണ് എല്ലാവരുടെയും പ്രതീക്ഷ. അനിരുദ്ധ് സംഗീതമൊരുക്കിയ സിനിമയിലെ മൂന്നാം ഗാനമായ പവർ ഹൌസ് ഈ അടുത്തിടെ പുറത്തെത്തിയിരുന്നു. മികച്ച പ്രതികരണമാണ് ഗാനത്തിന് ലഭിച്ചത്. അറിവാണ് ഗാനത്തിന് വരികൾ എഴുതിയത്. ഇരുവരും ചേർന്നാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്. നേരത്തെ പുറത്തിറങ്ങിയ കൂലിയിലെ 2 ഗാനങ്ങളും ഏറെ ശ്രദ്ധ നേടിയിരുന്നു. പ്രത്യേകിച്ച് മോണിക്ക എന്ന ഗാനം. പൂജ ഹെഗ്ഡെയ്ക്കൊപ്പം തകർപ്പൻ ഡാൻസ് കാഴ്ചവെച്ച സൗബിൻ ഷാഹിറിന് ഏറെ പ്രശംസയും ലഭിച്ചിരുന്നു. അതോടൊപ്പം തമിഴിലെ റെക്കോർഡ് തുകയായ 125 കോടി രൂപയ്ക്കാണ് കൂലിയുടെ സ്ട്രീമിംഗ് റൈറ്റ്സ് ആമസോൺ പ്രൈം വീഡിയോയ്ക്ക് നൽകിയത്. കൂലിക്ക് വമ്പൻ ഓഫറുകൾ വിദേശത്തെ തിയേറ്റർ വിതരണ കമ്പനികളിൽ നിന്നടക്കം ലഭിച്ചതും ഏറെ ചർച്ചയായിരുന്നു. ചിത്രത്തിന് 80 കോടിയാണ് വിദേശത്തെ തിയേറ്റർ റൈറ്റ്സ് ഇനത്തിൽ നിന്ന് ലഭിച്ചത്. ഇതൊരു രജനീകാന്ത് സിനിമയ്ക്ക് വിദേശത്ത് നിന്ന് ലഭിക്കുന്ന ഏറ്റവും വലിയ തുകയാണ്. ഇതോടെ ചിത്രത്തിന്റെ ഹൈപ്പ് ഇരട്ടിയായിരുന്നു. കളക്ഷനിലും ഇത് പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് സിനിമ അനലിസ്റ്റുകൾ പറയുന്നത്. ആക്ഷൻ ഡ്രാമ വിഭാഗത്തിലൊരുങ്ങുന്ന ഒരു പീരിയഡ് ഗാങ്സ്റ്റർ ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് കൂലി. രജനീകാന്തിന്റെ 171 സിനിമയായാണ് കൂലി എത്തുന്നത്. നാഗാർജുന അക്കിനേനി, ഉപേന്ദ്ര, സത്യരാജ്, സൗബിൻ ഷാഹിർ, ശ്രുതി ഹസൻ, റീബ മോണിക്ക ജോൺ എന്നിവരാണ് കൂലിയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. 38 വർഷങ്ങൾക്ക് ശേഷം സത്യരാജും രജനീകാന്തും ഒരുമിച്ചെത്തുന്നുവെന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട്. സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധി മാരനാണ് ചിത്രത്തിന്റെ നിർമ്മാണം. 350 കോടി രൂപ ബജറ്റിലാണ് ചിത്രം ഒരുങ്ങുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. അനിരുദ്ധ് രവിചന്ദ്രാണ് ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, മലയാളം എന്നീ ഭാഷകളിലായാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുക. ഗിരീഷ് ഗംഗാധരൻ ക്യാമറ കൈകാര്യം ചെയ്യുന്ന ചിത്രത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്നത് ഫിലോമിൻ രാജാണ്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.